ആരെയാണ് വെടിപ്പായി പറ്റിച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും, പ്രതികരിച്ച സൗമ്യ സരിൻ. ബിസിനസ് സംരംഭകയും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികരിച്ച ഡോക്ടർ സൗമ്യ സരിൻ. ആരാണ് വെടിപ്പായി പറ്റിച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുമെന്നും താനായിട്ട് ഒന്നും പറയുന്നില്ലെന്നും സൗമ്യ സരിൻ പറയുന്നു. കഴിഞ്ഞ ദിവസം ദിയ കൃഷ്ണയുടെ അമ്മ സിന്ധു കൃഷ്ണയുടെ പേജിലൂടെ പുറത്തുവിട്ട വീഡിയോയും ജീവനക്കാർ പുറത്തുവിട്ട വീഡിയോയും പങ്കുവച്ചാണ് എഴുത്തുകാരി സൗമ്യ സരിൻ്റെ കുറിപ്പ്. മുമ്പ് താനും ഈ തരത്തിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്നും അതിനാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകുമെന്നും സൗമ്യ പറയുന്നു. ഒരാളുടെ കയ്യിലെ വിയർപ്പിന്റെ മൂല്യമാണ് അയാളുടെ കയ്യിലെ നാണയത്തൊട്ട്. ചതിച്ചും വഞ്ചിച്ചും കൈക്കലാക്കിയ 1 രൂപ പോലും നിങ്ങൾക്ക് ഗുണത്തിൽ വരില്ല. ആ പാപം നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ അടുത്ത തലമുറയെ പോലും നശിപ്പിക്കുമെന്നും സൗമ്യ സരിൻ പറഞ്ഞു. വഞ്ചിക്കപ്പെടുക എന്നത് വല്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ച പൈസ ഏൽപ്പിച്ച ആളുകൾ നമ്മളെ ഒരു സുപ്രഭാതത്തിൽ ഒരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ പറ്റിച്ചു എന്നറിയുമ്പോൾ നമ്മൾ വല്ലാതായി പോകും. പോയ പൈസയേക്കാൾ പോയ വിശ്വാസം നമ്മെ വേദനിപ്പിക്കും. ഈ വഞ്ചിച്ചവർക്ക് അങ്ങനെയല്ല. അവർ ഒരുങ്ങി ഇറങ്ങിയവരാണ്. വഞ്ചിച്ചതും പോരാഞ്ഞ് ഒരു മടിയുമില്ലാതെ പിന്നെയും അവർ നമ്മെ നുണകൾ കൊണ്ട് ആക്രമിക്കും. അതിൻ്റെ കൂടെ നമ്മളെ ആക്രമിക്കാൻ തക്കം പാർത്തിരുന്നവർ കൂടെ കൂടും. അവർക്ക് നമ്മൾ തോറ്റാൽ മാത്രം മതി. അവിടെ സത്യമെന്ത് എന്നവർ അന്വേഷിക്കുകയില്ല. അതവരെ ബാധിക്കുകയുമില്ല. ഇരവാദമാണ് ഇവരുടെ മെയിൻ. ആ ഇരവാദം കൊണ്ട് അവർ പലയിടത്തും പോകും. എവിടെ നിന്നാലും സഹായം കിട്ടാതിരിക്കില്ലല്ലോ. അതാണല്ലോ നമ്മുടെ ലോകം. ഞാനും ഇതേ അവസ്ഥയിലൂടെ പോയ ഒരാളാണ്. ഇന്നത്തെ കാലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സത്യത്തെ സത്യം എന്ന് പറയാനും നുണയെ നുണയെന്ന് പറയാനും പലർക്കും 2 വട്ടം ആലോചിക്കണം. കാരണം ഇപ്പോൾ അതുപോലും അപ്പുറത്ത് നിൽക്കുന്നവൻ്റെ രാഷ്ട്രീയം നോക്കിയാണ്. എതിർച്ചേരിയാണെന്ന് തോന്നിയാൽ സത്യമാണെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിലും അവൻ കള്ളമായിരിക്കും പറയുന്നത് എന്ന് ഒരു സങ്കോചവും കൂടാതെ അങ്ങ് കാച്ചിക്കളയും. കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ. രാഷ്ട്രീയ തിമിരം ബാധിച്ച നമ്മളോട് വൈരാഗ്യബുദ്ധിയോടെ മാത്രം പെരുമാറുന്നവർ നമുക്കെതിരെ എന്ത് കിട്ടിയാലും ശബ്ദിക്കും. അവിടെ സത്യവുമില്ല ധർമ്മവുമില്ല എന്നും സൗമ്യ പറയുന്നു. എന്നെ പറ്റിച്ച വ്യക്തി UK കോൺഗ്രസ് പാർട്ടിയുടെ വലിയ ആളാണെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് സഹായം വാഗ്ദാനം ചെയ്തത്. ഞാൻ വിശ്വസിച്ചു എന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. UK കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളെ നേരിട്ട് അറിയാമായിരുന്നിട്ടും ഒന്ന് അന്വേഷിക്കാൻ തോന്നിയില്ല. ചിലപ്പോൾ അമിത വിശ്വാസം നമ്മെ ഇത്തരത്തിൽ വിഡ്ഢികളാക്കി കളയും. സത്യമാണ്, ചതി പറ്റിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവരുമായി ബന്ധപ്പെട്ടത്. ഈ വ്യക്തിക്ക് അവിടെയുള്ള നേതൃത്വവുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുകയും എനിക്ക് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അത് നന്ദിയോടെ ഓർക്കുന്നു. എന്നാൽ ആ സമയം സരിൻ പാർട്ടി മാറാൻ തീരുമാനിച്ച സമയം കൂടി ആയതുകൊണ്ട് ആ ഫ്രോഡിന് നന്നായി അറിയാമായിരുന്നു എന്നെ ആക്രമിക്കാൻ ആരെ കൂട്ടുപിടിക്കണമെന്ന്. ഏത് പാർട്ടിയായാലും കാണും സൈബർ പോരാളികൾ. ഒരു നേരും നെറിയുമില്ലാതെ വിഷം തുപ്പുന്ന ചില പേജുകൾ. അങ്ങനെയുള്ള ചിലരുമായി അയാൾ കൈകോർത്തു. എന്നിട്ട് നുണയുടെ ഒരു കൂമ്പാരം പല വീഡിയോകളായി അവർ പുറത്തുവിട്ടു. അതിനൊന്നും പ്രതികരിക്കാൻ ഞാൻ എൻ്റെ സമയം കളഞ്ഞില്ല. കാരണം സത്യം എന്നൊന്നുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. തെറ്റിനെ തെറ്റെന്നും ശരിയെ ശരിയെന്നും പറയാൻ നിങ്ങൾക്ക് ഒരാളുടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ പോസ്റ്റ് ഇട്ടതെന്നും സൗമ്യ കുറിച്ചു.